ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ WinTrader. പ്രോപ്പർ ആയിട്ടുള്ള ഒരു എൻട്രിയും എക്സിറ്റും ടെക്നിക്കൽ അനാലിസിസ് സോഫ്റ്റ്വെയറിലൂടെ എങ്ങനെ മനസ്സിലാക്കാം. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ 16th ജനുവരി. അപ്പോൾ ഇന്നത്തെ ഓപ്ഷൻ ട്രേഡ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി രാവിലെ മാർക്കറ്റ് ഡൗണിലേക്ക് ഇറങ്ങി. അപ്പോൾ ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ആയ ശേഷം മാർക്കറ്റ് കയറിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബ്രേക്കൗട്ട് പോയത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസിന് നോക്കുമ്പോഴത്തേക്കും 22,000 വീക്ക്ലി പുട്ട് ഓപ്ഷൻ നോക്കുമ്പോഴത്തേക്കും നമുക്ക് രാവിലെ ബൈസിക്കിൾ വന്ന് കൺഫേം ആകാതെ തിരിച്ച് ബ്രേക്ക് വന്ന് നമുക്ക് ആക്ച്വലി കയറിയ പോർഷൻ നമ്മൾ എൻട്രി എടുത്ത സമയത്തേക്ക് 168 എൻട്രി എടുത്ത് നേരെ മാർക്കറ്റ് തിരിച്ച് കയറി നമുക്ക് നല്ല രീതിയിൽ 257 വരെ പോയിട്ടുണ്ട്. അപ്പോൾ ഹ്യൂജ് പ്രോഫിറ്റാണ് നമുക്ക് ആക്ച്വലി ഇന്നത്തെ ഡൗൺ മാർക്കറ്റിൽ ഇന്നത്തെ ഡൗൺ ട്രെൻഡിലൂടെ നമുക്ക് കിട്ടിയത്. അപ്പോൾ പുട്ട് ഓപ്ഷൻ മാർക്കറ്റ് കയറിയിട്ട് നല്ല പ്രോഫിറ്റ് നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ സോഫ്റ്റ്വെയറിലൂടെ പ്രോപ്പർ എൻട്രിയും എക്സിറ്റും കറക്റ്റ് സ്ട്രൈക്ക് ചൂസ് ചെയ്യുന്നത് എങ്ങനെ, കൺഫർമേഷൻ ഓർ ബ്രേക്കൗട്ട് പിടിക്കുന്നത് എങ്ങനെ, ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ലൈവ് മാർക്കറ്റിൽ ഡെമോ, അതായത് സോഫ്റ്റ്വെയർ എങ്ങനെ വർക്ക് ചെയ്യുന്നു ലൈവ് സെക്ഷനായിട്ട് നിങ്ങൾ കാണാൻ താല്പര്യമാണെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന ഇന്നത്തെ നിഫ്റ്റിയുടെ പെർഫോമൻസ് ആണ്. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾ ലേറ്റസ്റ്റ് വേർഷൻ്റെ 8.1 പെർഫോമൻസ് ആണ് കാണുന്നത്. അപ്പോൾ ഇതിന് ടോട്ടൽ 8 സ്ട്രാറ്റജി ഉണ്ട്, 2 സ്കാനറുണ്ട്. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഇത്ര മാത്രം. ഇപ്പോൾ ഇതാണ് സെൽ സിഗ്നൽ, അത് ഗ്രീൻ കളർ അപ്പാർ ഇവിടെ പുറകിൽ വന്നിരിക്കുന്നത് ഇതാണ് ബൈ സിഗ്നൽ. നമുക്ക് പുറകോട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെക്ക് ചെയ്യാം. ഇവിടെയാണ് ബൈസിക്കിൾ വന്നിരിക്കുന്നത്. അപ്പോൾ സെല്ലും ബൈയും വരുന്ന സമയത്ത് നമുക്ക് നേരെ കയറി എൻട്രി എടുക്കരുത്. അപ്പോൾ അത് കൺഫർമേഷൻ ചെക്ക് ചെയ്യണം. ഇപ്പോൾ ക്യാൻഡിൽ റെഡ് വരണം, താഴെ റെഡ് വരണം, സെൽ സോണും വരണം. ഇപ്പോൾ ഇവിടെ ക്യാൻഡിൽ കളർ റെഡ് ഉണ്ട്, പക്ഷേ താഴെ റെഡില്ല, സെൽ സോണും ഇല്ല. അതുപോലെ എക്സ്ട്രാ കളേഴ്സ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഫോം ആവുന്നുണ്ട്. അവിടെ നിന്ന് ട്രേഡ് എടുക്കാൻ പറ്റിയില്ല. സെല്ല് കൺഫേം ആവുന്നൊരു വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ തിരിഞ്ഞ് ഇവിടെ ഒരു ബൈ വരണമായിരുന്നു. ഇവിടെ ഒരു ബൈ സെക്ഷൻ വന്നിട്ടില്ല, ചെറുതായിട്ട് സ്കാൽപ്പ് ചെയ്ത് എക്സിറ്റ് ആവുന്നൊരു പോർഷൻ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ സെല്ല് തന്നെ കൺഫേം ആയത് ഇവിടെ നിന്നാണ് ക്യാൻഡിലും റെഡായി താഴെയും റെഡായത്. അപ്പോൾ സപ്പോർട്ട് ഇവിടെ ബ്രേക്ക് ചെയ്തപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റ് ഷുവർട്ടി ആയി. അപ്പോൾ അവിടെ നേരെ 22,067, അപ്പോൾ 200 ഇൻ ദ മണി വെച്ചിട്ടുള്ളതാണ് നമ്മളെടുത്ത് അവിടെ നേരെ താട്ടിറങ്ങിയിട്ടുണ്ട്. അപ്പം അതിനെ സംബന്ധിച്ച് 22,200 സംബന്ധിച്ച് നോക്കുമ്പം മോർണിംഗിൽ ബൈസിൽ നിന്നോ കൺഫേം ആയിട്ടില്ല. ബൈ കൺഫർമേഷൻ ബ്രേക്കൗട്ട് ഈ ലെവലിൽ നിന്ന് പോയിട്ടുണ്ട്, അവിടെ നേരെ കയറിയിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇവിടെ ഒരു സെല്ല് വന്നിട്ടുണ്ട്, പക്ഷേ സെല്ല് കൺഫേംഡ് അല്ല, സൈഡ് വേസാണ് കാണിക്കുന്നത്. അപ്പോൾ നിഫ്റ്റി വെച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ അവിടെ ഒരു നമുക്കൊരു ബൈ ട്രെൻഡോ അതോ ഒരു ഡൗൺ ഒരു പോർഷനും നമുക്ക് അവിടെ കിട്ടിയിട്ടില്ല. ചെറിയൊരു പുൾ ബാക്ക് മാത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെയും മാർക്കറ്റ് താട്ടിറങ്ങിയിട്ടുണ്ട്. അപ്പം പ്രത്യേകം ശ്രദ്ധയ്ക്ക് നമുക്ക് സെൽ സിഗ്നൽ വന്നു കഴിഞ്ഞാലും ബൈ സിഗ്നൽ വന്നു കഴിഞ്ഞാലും കൺഫർമേഷൻ ചെക്ക് ചെയ്യുക. 3 ലെവൽ കൺഫർമേഷൻ ഓക്കെയാണ്. അടുത്ത ക്യാൻഡിൽ ഓപ്പണിംഗ് റേറ്റിൽ എടുക്കാം. ഗ്യാപ്പ് അപ്പിലും ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ആകുമ്പോൾ പെട്ടെന്ന് രണ്ടാമത്തെ ക്യാൻഡിൽ എടുക്കാതിരിക്കുക. അപ്പോൾ അവിടെ ആകുമ്പോൾ തിരിച്ച് റിവേഴ്സ് വന്നിട്ട് ചിലപ്പം നമുക്കൊരു ഒരു പോർഷൻ ഒരു പ്രോഫിറ്റിലേക്ക് നമുക്ക് എത്തത്തുള്ളൂ. അപ്പം പ്രോപ്പർ ബ്രേക്കൗട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് മാത്രം ഗ്യാപ്പുകളിൽ ഓപ്പൺ ആക്കുക. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കൺഫർമേഷൻ ലെവൽസ് ഇല്ല, നമുക്കത് കാരണം അവിടെ നിന്നൊരു ട്രെൻഡ് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ കൺഫർമേഷൻ വരുന്നൊരു വെയിറ്റ് ചെയ്ത് അവിടെ നേരെ മാർക്കറ്റ് താട്ടിറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പം എങ്ങനെയാണ് ചെക്ക് ചെയ്യണമെന്ന് ലൈവിൽ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നോക്കുകയാണെങ്കിൽ ഇന്നൊരു നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് 22,200 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.